നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. റഷ്യൻ സൈനിക സംഘത്തിനു നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ച കുമാരി ശ്രീഷ്മ ചന്ദ്രനെ കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വയനാടിന് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ കൈത്താങ്ങ്. വാർത്തകൾ വിശദമായി. റഷ്യൻ സൈനിക സംഘത്തിനു നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. തൃക്കൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ 36 വയസ്സുള്ള സന്ദീപാണ് റഷ്യൻ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നത്. സന്ദീപ് ഉൾപ്പെട്ട 12 അംഗ റഷ്യൻ പട്രോളിംഗ് സംഘം കൊല്ലപ്പെട്ടതായും ആശുപത്രിയിൽ മൃതദേഹങ്ങൾ റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും തൃക്കൂരിലെ വീട്ടിൽ അറിയിപ്പ് ലഭിച്ചു. ശനി ഞായർ ദിവസങ്ങൾ എംബസി അവധിയായതിനാൽ അധികൃതരുടെ അറിയിപ്പും ചിത്രങ്ങളും അടുത്ത ദിവസമേ ലഭിക്കൂ. ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മലയാളികളായ മറ്റ് 7 പേരും റഷ്യയിലേക്ക് പോയത്. മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് അറിയിച്ചിരുന്നു. പിന്നീട് വിളിച്ചപ്പോൾ പാസ്പോർട്ടും ഫോണും കടന്നുപോയെന്ന് സന്ദീപ് പറഞ്ഞതായും ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ സന്ദീപ് റഷ്യൻ പൌരത്വം സ്വീകരിച്ചതായും സൈന്യത്തിൽ ചേർന്നതായും വിവരമുണ്ട്. പൌരത്വം ലഭിക്കുന്നതിന് സൈന്യത്തിൽ ചേരുന്ന സമ്പ്രദായം റഷ്യയിലുണ്ട്. പൌരത്വ പ്രശ്നം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും എംബസി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. റഷ്യൻ സേനയുടെ ഭാഗമായ സന്ദീപ് സൈനിക പരിശീലനത്തിലായിരുന്നതിനാൽ നാട്ടിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഫോൺ വിളിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്ന് റഷ്യയിലെ മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിനു നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി ഗ്രൂപ്പുകളിൽ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിച്ചതോടെയാണ് വിഷയം നാട്ടിലറിയുന്നത്. സന്ദീപിനെക്കുറിച്ച് വിവരങ്ങൾ അറിയണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കേന്ദ്രമന്ത്രിമാരായ S. ജയശങ്കർ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. നോർക്ക വഴി റഷ്യയിലെ ഇന്ത്യൻ എംബസിയിലും ബന്ധുക്കൾ ബന്ധപ്പെട്ടിരുന്നു. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി വായനാശീലം വളർത്തുന്നതിനായി പുസ്തകക്കൂട് സ്ഥാപിച്ചു. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ തൃശൂർ ബസ് സ്റ്റോപ്പിലാണ് പുസ്തകക്കൂട് സ്ഥാപിച്ചത്. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്റ്റേഴ്സ് റവറന്റ് സിസ്റ്റർ സംഗീത, PTA പ്രസിഡന്റ് VR രഞ്ജിത്ത്, സ്റ്റാഫ് പ്രതിനിധി സിബി MV എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഒരു പുസ്തകക്കൂട് ഇവിടെ യാത്രക്കാർക്കായി ഒരുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഡോൺ ബോസ്കോ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന HMനും ഹൃദയം നിറഞ്ഞ PTA പ്രസിഡന്റിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത് മാതൃകാപരമായി മറ്റുള്ള സ്കൂളുകളും വിദ്യാർത്ഥികളുമൊക്കെ ഈ പ്രവർത്തനത്തെ ഏറ്റെടുക്കട്ടെ. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ച കുമാരി ശ്രീഷ്മ ചന്ദ്രനെ കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സ്കൂളിൽ നടത്തിയ അനുമോദന യോഗത്തിൽ കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമ കൃഷ്ണൻകുട്ടിയാണ് ശ്രീഷ്മ ചന്ദ്രനെ ഉപഹാരം നൽകി അനുമോദിച്ചത്. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ, പ്രിൻസിപ്പൽ റോഷൻ P. നായർ, മാനേജർ TK സതീഷ്, അസിസ്റ്റന്റ് മാനേജർ സതീഷ് ശങ്കർ എന്നിവർ സംസാരിച്ചു. തിരിച്ചു വന്നതിന് ശേഷം 2 വർഷമാണ് ഞാനിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങൾ അവർക്ക് സരസ്വതിയിലേക്കാണ് ഷിഫ്റ്റ് ആയത്. ഫ്രം ദിസ് ഫാമിലി ടു അനദർ ഫാമിലി, അത്രയേ ഉള്ളൂ. വിദ്യാർത്ഥികളുടെ ഫാമിലിയിൽ ഞാൻ ഒരിക്കലും മാറിപ്പോയിട്ടില്ല. മുന്നേ യാസയിലായിരുന്നു. സോ ഐ റിമെമ്പർ ദാറ്റ് ഡേ പ്രിൻസിപ്പൽ ദിലീപ് സർ വാസ് കോളിംഗ് മൈ നെക്സ്റ്റ് പ്രിൻസിപ്പൽ ദേവൻ സർ. നമുക്ക് സരസ്വതിയിലുണ്ടായിരുന്നു. അപ്പോഴത്തെ പ്രിൻസിപ്പലാണ്. നമ്മളെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു നിമിഷം ആ സന്തോഷത്തിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങളെപ്പോലെ തന്നെ ഇതേ സ്ഥലത്തിരുന്ന് പഠിച്ച് അത് കുറച്ച് കാലത്താണ്. പക്ഷേ ഇവിടെ നിന്ന് പോയാലും വിദ്യാനികേതൻ്റെ, അതും സരസ്വതി വിദ്യാനികേതൻ, ഒരേ ദിവസം ബൈക്കിലെത്തി 2 സ്ത്രീകളുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതി പിടിയിൽ. കൊട്ടാരക്കര സ്വദേശി പ്രസന്ന മന്ദിരം വീട്ടിൽ 28 വയസ്സുള്ള ഋഷഭ് പി നായരാണ് പിടിയിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക അന്വേഷണ സംഘവും ഒല്ലൂർ പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഒല്ലൂർ പിയാർപ്പടി സ്വദേശിനി കാഞ്ഞിരത്തിങ്കൽ റീനയുടെയും പറവട്ടാനയിൽ നിന്നുമാണ് പ്രതി മാല പൊട്ടിച്ചത്. ഒല്ലൂർ മണ്ണുത്തി സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത്. മാല പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി എറണാകുളം കലൂർ സ്റ്റേഡിയം പരിസരത്തുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം അവിടെ എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. എറണാകുളം സെൻട്രൽ, എറണാകുളം ഹാർബർ, കൊട്ടാരക്കര, പീച്ചി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്ക് 5-ലധികം കേസുകൾ നിലവിലുണ്ട്. തൃശൂർ ACP സലീഷൻ ശങ്കർ, ഒല്ലൂർ SHO ബെന്നി, SI ജിസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വയനാടിന് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ കൈത്താങ്ങ്. കൊടകര പഞ്ചായത്ത് വാർഡ് 10-ലെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ 55,555 രൂപ കളക്ടർക്ക് കൈമാറി. മൈത്രി അസോസിയേഷൻ പ്രസിഡന്റ് ജയപ്രകാശ്, സെക്രട്ടറി MD രജീഷ്, വൈസ് പ്രസിഡന്റ് സാജൻ വെളിയത്ത് എന്നിവർ ചേർന്നാണ് കളക്ടർക്ക് അസോസിയേഷൻ മെമ്പർമാരിൽ നിന്നും ശേഖരിച്ച തുക കൈമാറിയത്. കുറുമാലി ബ്രാഹ്മണ സമൂഹത്തിലെ നെല്ലായി, നന്ദിക്കര, രാപ്പാൾ പ്രദേശത്തെ യജുർവേദ തമിഴ് ബ്രാഹ്മണർ നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആവണി അവിട്ടം ഉപാകർമ്മം നടത്തി. പ്രഭാത സന്ധ്യ വന്ദനത്തിനു ശേഷം 1008 കാമോകാരിഷ് മന്ത്രം ജപിച്ച ശേഷം ബ്രഹ്മയജ്ഞം, മഹാസങ്കല്പം, യജ്ഞോപവീത ധാരണം, കാണ്ടർഷി തർപ്പണം, വേദാരംഭം, ഹോമം എന്നിവയ്ക്ക് നെല്ലുവായ് രാമവാദ്യാർ നേതൃത്വം നൽകി. ഉപാകർമ്മത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ ഓരോരുത്തരും 1008 ഗായത്രി മന്ത്രം ജപിക്കും. ചാലക്കുടി മരത്തോമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ക്ഷേത്രം ട്രസ്റ്റി I സദാനന്ദൻ, സെക്രട്ടറി E ആനന്ദകൃഷ്ണൻ, ടൌൺ NSS കരയോഗം സെക്രട്ടറി KB മുരളീധരൻ, ട്രഷറർ സുനിൽകുമാർ, സേതു പുതുശ്ശേരി, U അച്യുതാനന്ദൻ, AS വിജയകുമാർ, മേൽശാന്തി രജീഷ് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഓഗസ്റ്റ് 28-നാണ് നിറപുത്തരി. അതിരപ്പള്ളി മേഖലയിലെ KSRTC സ്വകാര്യ ബസ് സമയ തർക്കം പരിഹരിക്കുന്നതിന് MLAയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച പ്രത്യേക യോഗം വിളിക്കാൻ ജനകീയ സദസ്സിൽ തീരുമാനിച്ചു. പൊതുഗതാഗത സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുവാനും ജനങ്ങൾക്ക് ആവശ്യമുള്ളതും ലാഭകരവുമായ പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതിനും വേണ്ടി ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉയർത്തി ചാലക്കുടിയുടെ ജനകീയ സദസ്സ് പൊതുഗതാഗത സംവിധാനങ്ങളുടെ പ്രാധാന്യത്തെയും ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികളെയും കുറിച്ച് ജനപ്രതിനിധികളും KSRTCയും സ്വകാര്യ ബസ് സംഘടനകളും തമ്മിൽ ചർച്ച നടന്നു. പൊതുഗതാഗതം എത്തിപ്പെടാത്ത ഉൾനാടുകളെ പ്രധാന റൂട്ടുകളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ സദസ്സിൽ ഉയർന്നുവന്നു. ഇതിന്റെ സാധ്യതാ പഠനങ്ങൾക്കായി മോട്ടോർ വാഹന വകുപ്പിനെ നിയോഗിച്ചു. കോവിഡിന് ശേഷം നിലച്ചുപോയ തിരുമുടിക്കുന്നിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് KSRTC ബസ് സർവീസ്, പീലാർമൊഴിയിലേക്കുള്ള ബസ് സർവീസ്, കാടുകുറ്റിയിലേക്കുള്ള ബസ്സുകൾ പാതിവഴിയിൽ അവസാനിപ്പിക്കുന്നത്, കട്ടപ്പുറം, മാമ്പ്ര, വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലേക്കുള്ള ബസ് സർവീസ് അപര്യാപ്തത അടക്കമുള്ള ഗതാഗത പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ ഉന്നയിച്ചു. സംസ്ഥാന തലത്തിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ കേരള മോട്ടോർ വാഹന വകുപ്പാണ് സദസ്സ് സംഘടിപ്പിക്കുന്നത്. യോഗത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനീഷ് P ജോസ്, KSRTC ATO സുനിൽ KJ, ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് MK, PWD റോഡ്സ് ഡിവിഷൻ എഞ്ചിനീയർ അനു K സദാനന്ദൻ, ചാലക്കുടി ജോയിന്റ് RTO KB സിന്ധു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാൻജോ വർഗീസ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജയരാജൻ PP, സെബാസ്റ്റ്യൻ ജോസഫ്, ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികളായ ലിസൺ ജോൺ, ഷിബു ആട്ടോക്കാരൻ, ജോൺസൺ പയ്യപ്പള്ളി, സോമസുന്ദരൻ, പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ച് വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ ജനകീയ സദസ്സിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ
ബസ്സുകളെയാണ് അല്ലെങ്കിൽ പൊതുഗതാഗതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടെങ്കിലും പല പ്രദേശങ്ങളും കോവിഡിന് ശേഷം നമ്മുടെ പല സർവീസുകളും വേണ്ട രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ നടക്കാത്തതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ. മണ്ണമ്പേട്ടയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മണ്ണമ്പേട്ട തെക്കേക്കര സ്വദേശി ഐനിക്കൽ ബെന്നിയുടെ മകൻ 23 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 7:30 മണ്ണമ്പേട്ട സെന്ററിന് സമീപത്തായിരുന്നു അപകടം. ആമ്പല്ലൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ തട്ടിയ ശേഷം തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ മരിച്ചു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യൻ സൈനിക സംഘത്തിനു നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ച കുമാരി ശ്രീഷ്മ ചന്ദ്രനെ കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വയനാടിന് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ കൈത്താങ്ങ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.